നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് ബ്രസീൽ ജപ്പാനുമായിട്ട് കളിക്കുകയാണ്. റൗണ്ട് ഓഫ് 32 നോക്കൌട്ട് സ്റ്റേജ് മത്സരം വളരെ ആവേശത്തോടു കൂടി ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ടം. രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ കളിക്ക് നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യിക്കുമോ, അദ്ദേഹത്തെ എത്ര മിനിറ്റ് കളിപ്പിക്കും, ഇതൊക്കെയാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് കാർലോ അഞ്ചലോട്ടിയോട് ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇന്നലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പുലർച്ചെയാണ് പ്രസ് കോൺഫറൻസ് നടന്നത്. അതിന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് മറുപടിയും പറയുന്നുണ്ട്. ആഞ്ചലോട്ടി പറയുന്നു, തീർച്ചയായിട്ടും നെയ്മർ നല്ല രൂപത്തിൽ പ്രോഗ്രസ് ചെയ്ത് വരുന്നുണ്ട്. നെയ്മർ ഈസ് പ്രോഗ്രസിങ് വെരി വെൽ. ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അവൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ടീമിനോടൊപ്പം ചേർന്ന മുഴുവൻ സമയവും അവന് ട്രെയിനിങ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിലാണ് ഇപ്പം എൻ്റെ സങ്കടം. എന്തായാലും അവന് 15 മിനിറ്റിലധികം സമയം കളിക്കാൻ പറ്റും. അവൻ വളരെ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്യിക്കുമോ, എത്ര സമയം കളിപ്പിക്കും, ഇതൊക്കെ മത്സരത്തിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിരിക്കും. ഗെയിം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നനുസരിച്ചാണ് അദ്ദേഹത്തെ എത്ര മിനിറ്റ് കളിപ്പിക്കും എന്ന് തീരുമാനിക്കുക എന്നാണ് കാർലിറ്റോ പറയുന്നത്. അതായത് ഈ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്, നെയ്മർ സ്റ്റാർട്ട് ചെയ്യിക്കില്ല. മറിച്ച് എത്ര മിനിറ്റ് കളിക്കുമെന്ന് ചോദിച്ചാൽ 15 മിനിറ്റാണല്ലോ കഴിഞ്ഞ കളി കളിച്ചത്. അതിനേക്കാൾ കൂടുതൽ കളിക്കാൻ ഇപ്പോൾ ആൾ ഓക്കെയാണ്, റെഡിയാണ്, തയ്യാറാണ്, സജ്ജനാണ്. പക്ഷേ എത്ര മിനിറ്റ് കളിപ്പിക്കും എന്ന് കാർലോ അഞ്ചലോട്ടി പറയുന്നില്ല. മറിച്ച് മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു അതനുസരിച്ചായിരിക്കും നെയ്മറെ കളിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർക്ക് കളി മാറ്റിമറിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അക്കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ ഒരു 15-20 മിനിറ്റാണ് ഈ കളിയിൽ അദ്ദേഹത്തെ കളിപ്പിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കോച്ച് പറയുന്നു 15 മിനിറ്റിലധികം സമയം കളിക്കാൻ നെയ്മർക്ക് ഇപ്പോൾ ആവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.